നമ്മളിന്ന് ചിക്കൻ പെരളനം ഉണ്ടാക്കാനായിട്ട് 300 ചിക്കനാണ്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ്. ഈ പേസ്റ്റ് 1 സ്പൂണുണ്ട്. 3 ടീസ്പൂൺ തൈര്. അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ ഇതൊന്ന് തിരുമ്മി വെക്കാനായിട്ട് വേണ്ടത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ചിക്കനിലൊക്കെ ശരിക്കും പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് തിരുമ്മി വെക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ ഏറ്റവും കുറഞ്ഞതെങ്കിലും വെക്കണം. 1 മണിക്കൂറൊക്കെ ഇരിക്കുവാണെങ്കിൽ നല്ലതാണ്. മസാലയൊക്കെ ശരിക്കും അതിലേക്ക് പിടിക്കും. നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനായിട്ടൊരു നല്ല കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തേക്കണേ. ഒരു ഉരുളിയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കണത്. ഇതിപ്പോൾ ഇടത്തരം 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ്. ഇത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു 100 ഗ്രാം ചുമന്നുള്ളി. ചുമന്നുള്ളി നമ്മൾ അരിഞ്ഞെടുത്തേക്കുക, അത് നീളത്തിൽ. ഇത് രണ്ടും ഒരുവിധം ഒന്ന് മൂത്ത് വറ്റാം. എന്നിട്ട് ബാക്കി സാധനങ്ങൾ നമുക്ക് ചേർക്കാം. ഒരു 10-15 അല്ലി വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. പിന്നെയുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആ ചിക്കനിൽ തിരുമ്മി വെച്ചതാണ്. എന്നാലും ഇതിൽ കുറച്ചും കൂടെ ചേർക്കാം. ചിക്കനിൽ ഉപ്പ് തിരുമ്മിയേക്കണതാണ്, എന്നാലും കുറച്ച് ഉപ്പ്. ഇപ്പോൾ നമ്മുടെ സവാള നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്തൊന്ന് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു കുറച്ച് തേങ്ങ കുത്തിയരിഞ്ഞത്, ഇനി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. മസാലയൊക്കെ കുറച്ച് ചേർക്കണം. വേറെ ഗ്രാമ്പൂ പട്ട അങ്ങനത്തെ ഉള്ള ഒന്നും ഇതിനകത്ത് ചേർക്കല്ല. കുറച്ച് പെരിഞ്ജീരകം മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കണത്. കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഇനി കുറച്ച് കറിവേപ്പില. ഇനി ചേർക്കാനുള്ളത് നമ്മൾ 2 ചെറിയ തക്കാളിയാണ്. അത് അരച്ച് വെച്ചേക്കണതാണ്. അത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അരച്ചെടുത്തത്. അപ്പോൾ അതും ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ചിക്കൻ അങ്ങ് ചേർക്കാം. ഇത് മസാലയൊക്കെ നല്ലോണം അങ്ങോട്ട് പിടിക്കാൻ പാകത്തിന് ഒന്നങ്ങ് ഒരു 2-3 മിനിറ്റ് നേരം അങ്ങ് ഇളക്കി കൊടുക്കും. ഇത് നമ്മൾ ആദ്യം ആ ചിക്കൻ തിരുമ്മി വെച്ച പാത്രമില്ല, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 കപ്പ് വെള്ളമുള്ളൂ, അത് ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നങ്ങ് ഇളക്കിയിടാം, അല്ലേ അടിയിൽ പിടിച്ചാലോ. കുറച്ചും കൂടെ ഇരുന്ന് അങ്ങോട്ട് വെള്ളം വറ്റി നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പോൾ വെള്ളമൊക്കെ ശരിക്കും അങ്ങോട്ട് കുറുകിയിട്ടുണ്ട്. കുറുകി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. വെള്ളമൊക്കെ വറ്റി നല്ല ഇതെല്ലാം അരപ്പൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ച തേങ്ങാപ്പാൽ അതും കൂടെ ഒന്ന് ചേർക്കാം ഇതിലേക്ക്. അപ്പം നമ്മുടെ ഇറച്ചിക്കറിക്ക് ഒരു നല്ല ടേസ്റ്റാവും. ഇതിപ്പോൾ ഒരു 1/2 കപ്പാട്ടോ തേങ്ങാപ്പാലുള്ളത്. ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടോളൂ. 1 സ്പൂൺ പെരിഞ്ജീരകം.